കേരളത്തിൽ വീണ്ടും ലവ് ജിഹാദ്. പട്ടികജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മാസങ്ങളോളം പീഡിപ്പിച്ച് ഒരു കുഞ്ഞുണ്ടായ ശേഷം ഉപേക്ഷിച്ച കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ഷാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വാർത്ത കർമാന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇപ്പോൾ ഇത് മറ്റു ഗത്യന്തരമില്ലാതെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്, മതം മാറ്റാൻ ശ്രമിച്ചതിന്, അമ്മയുടെ അനുവാദമില്ലാതെ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ മതം മാറ്റാൻ ശ്രമിച്ചതിനടക്കമുള്ള കേസുകളിൽ 27 വയസ്സുകാരനായ ഷാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. 2024 ജൂൺ മാസം 5-ാം തീയതിയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ, 21കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 12:30 ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഷാഹുല് താലി ചാർത്തുന്നത്. താലി ചാർത്തിയ ദിവസം തന്നെ എറണാകുളത്തേക്ക് എത്തിക്കുന്നു. എറണാകുളത്ത് വെച്ച് സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. നിരവധി തവണ പിന്നീട് ബലാത്സംഗം ചെയ്തു. ഒടുവിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലുള്ള സ്വന്തം വീട്ടിലെത്തി വർഷങ്ങൾ പീഡിപ്പിച്ചു. ഒടുവിൽ പെൺകുട്ടി ഗർഭിണിയാകുന്നു, പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. ഒടുവിൽ ആ പെൺകുട്ടിക്ക് 6 മാസം പ്രായമാകുമ്പോൾ ആ പെൺകുട്ടിയുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. അതിന് കാരണം പറഞ്ഞത് ആ പെൺകുട്ടി പട്ടികജാതിക്കാരി ആണ് എന്നതുകൊണ്ടാണ്. അതിനുശേഷം മറ്റൊരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ഇയാൾ ഒളിച്ചോടിയെന്നാണ് ലോകം പറയുന്നത്. എന്തായാലും പിന്നീട് ഇക്കാര്യം പരാതിയാകുന്നു. പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നു. അപ്പോഴും കേരളത്തിലെ പോലീസിന് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് ഇതുവരെ അറിയില്ല. കേരളത്തിൽ ഔദ്യോഗികമായി ലവ് ജിഹാദിനെതിരെ ഇതുവരെ ഒരു നിയമമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ പോലീസ് പറയുന്നത് ലവ് ജിഹാദ് എന്നത് ഒരു സങ്കല്പം മാത്രമാണ് എന്നതാണ്. കേരള പോലീസ് കേരള ഹൈക്കോടതിയിൽ തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് എന്ന കണക്കിൽപ്പെടുത്തിയോ മതം മാറ്റമെന്ന കണക്കിൽപ്പെടുത്തിയോ ഒരു കേസ് ഷാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായില്ല. എന്നാൽ ഇന്ന് അതിഗുരുതരമായ പരാതികൾ ഈ ഷാഹുലിനെതിരെ ഉയരുന്നു. കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണർന്നെണീറ്റുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ, നിരവധി പരാതികൾ പോലീസിലേക്ക് നടത്തുന്നു. അങ്ങനെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായി ബലാത്സംഗം ചെയ്ത കേസിൽ, ബലാത്സംഗം ചെയ്യുക മാത്രമല്ല ആ പെൺകുട്ടിയെ മതം മാറ്റിയ സംഭവത്തിൽ, ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ, അമ്മയുടെ അനുവാദമില്ലാതെ ചെറിയ കുട്ടിയെ മതം മാറ്റിയ സംഭവത്തിൽ ഈ ഷാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും കേരളത്തിൽ നിരന്തരമായി ഇത്തരം ലവ് ജിഹാദുകൾ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ നിരന്തരം കാണുകയാണ്. എന്നിട്ടും നിയമ സംവിധാനങ്ങൾക്ക് ലവ് ജിഹാദ് എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ആരോപണം മാത്രമാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഷാഹുൽ എന്ന വ്യക്തി നിരന്തരമായി ഇത്തരം അന്യമതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട്, ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ട് അവരെ മതം മാറ്റുന്ന ഒരു മാഫിയയുടെ ഭാഗമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും ഷാഹുൽ എന്ന 27കാരനെതിരെ മതം മാറ്റത്തിൻ്റെ പേരിൽ, നിർബന്ധപൂർവമുള്ള മതം മാറ്റത്തിൻ്റെ പേരിൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് വ്യാജമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലൈംഗികമായി ഉപയോഗിച്ചതിൻ്റെ പേരിൽ, ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ, ഗർഭിണിയാക്കിയതിൻ്റെ പേരിൽ, ഒരു കുഞ്ഞ് ജനിച്ച ശേഷവും ഉപേക്ഷിച്ചതിൻ്റെ പേരിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും കേരളത്തിലെ പോലീസ് സംവിധാനം ഇത് ഗൗരവപൂർവ്വം നോക്കിക്കാണേണ്ടതാണ് എന്നുള്ളതാണ് പൊതുസമൂഹം നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടൊരു ഭാഗത്ത്. ഇവിടെ നിങ്ങൾക്ക് നിയമപരമായി ചിലപ്പോൾ ഇതൊരു ലവ് ജിഹാദ് ആയി കാണാൻ കഴിയില്ലെങ്കിൽ കൂടി ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു. ചെറിയ പെൺകുട്ടികളെ, അതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ, അറിവില്ലാത്ത പെൺകുട്ടികളെ
വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ കൃത്യമായി തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ വിവാഹ വാഗ്ദാനം നൽകി, അവർക്ക് വലിയ സ്വപ്നങ്ങൾ നൽകി, അവർക്കൊരു കുടുംബജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും പിന്നീട് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം അവരെ ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇത് എന്താണ്? ഇങ്ങനെ മതം മാറ്റാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നതിൻ്റെ പേരല്ലേ ലവ് ജിഹാദ് എന്ന് ചോദിച്ചാൽ നിയമ സംവിധാനത്തിന് മറുപടി പറയേണ്ടി വരില്ലേ? ഇത് ലവ് ജിഹാദ് ആണോ ഇല്ലയോ എന്നുള്ളത് പറയാൻ ഞങ്ങൾ ആധികാരികമായി ഞങ്ങളുടെ പക്കൽ രേഖകളില്ല. പക്ഷെ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന സംവിധാനമുണ്ട് എന്ന് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നിരന്തരമായി പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടി, 21 വയസ്സുകാരിയായ പെൺകുട്ടി. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എവിടെ വച്ചാണ്? അതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് താലി കെട്ടി ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ അന്ന് തന്നെ എറണാകുളത്തേക്ക് എത്തിച്ച് അവിടെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. പിന്നീട് നിരന്തരമായി ബലാത്സംഗം ചെയ്യുന്നു. ഒടുവിൽ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, ആ കുഞ്ഞിന് 6 മാസം പ്രായമാകുമ്പോൾ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന നരാധമന്മാരായിട്ടുള്ള ഇത്തരക്കാരെ എങ്ങനെയാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഇനിയും നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും മാതൃകാപരമായ നടപടികൾ, മാതൃകാപരമായിട്ടുള്ള ചില നീക്കങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം.